അമ്മായി. നേരാ മോളെ, ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നു. കാച്ചുമേ, നമുക്ക് കുഞ്ഞാലി പറഞ്ഞ വിവരം ഒന്ന് അറിഞ്ഞാലോ? അത് നേരാ. എന്നാ വിളിച്ചോണ്ടോ? ശരി. ഉമ്മ നീ ഇന്ന് കുളിക്കില്ലേ സബീന? നീ ഇങ്ങനെ കുളിക്കാതെയും ഒന്നും കഴിക്കാതെയും ഇരുന്നാൽ നിന്റെ ഒക്കെ എന്നെ കുറ്റം പറയാ. ഞാൻ നാട്ടുവനല്ലേ. പിന്നെ ഒരു കാര്യം പറയാം, നീ കൊച്ചുകുട്ടിയൊന്നുമല്ല. വെള്ളം കോരി കുളിപ്പിക്കാനും ചോറ് വാരി തരാനും ഒക്കെ. ബാക്കിയുള്ളവർക്ക് അതേ പറയാൻ കഴിയും. മോളെന്താ ഉമ്മേനെ കണ്ടപ്പോ കട്ടിന്റെ വിളിച്ചത്? എന്നെ ഇവിടെ കണ്ട ഉമ്മ തല്ലും. കുഞ്ഞാലി, കൊച്ചി വരെ പോയി ഇക്കയുടെയും ലീനയുടെയും വിവരം ഒന്ന് അറിഞ്ഞോണ്ട് വരണം. അമ്മോ, ഞാനാ? വേറെ ആരെ ഞാൻ അയക്കുക? അറിയാലോ, കല്യാണം പോലും കഴിക്കാത്ത ഒരു കൊച്ചിളം പയ്യനാ ഞാൻ. അതുകൊണ്ട് ഒരു പെണ്ണ് രക്ഷപ്പെട്ട്. എന്റെ അടുത്ത് കളിക്കണ്ട. ചൂടാ, കൈപൊള്ളും. മനസ്സിലായില്ലല്ലോ. ഞാൻ സത്താറിന്റെ ഒരു സ്നേഹിതനാണ്. സത്താറിനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. സത്താർ സുഖമില്ലാതെ കിടക്കുകയാണ്. അതറിയാം. എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ വന്നത്? അതുകൊണ്ടാണ് പ്രധാനമായും വന്നത്. സത്താർ എവിടെ കിടക്കുന്നു? അദ്ദേഹത്തെ നിങ്ങൾ കാണണ്ട. സുഖക്കേട് അത്രയ്ക്ക് കുഴപ്പം പിടിച്ചതാണ്. നേരോ? കുഞ്ഞിനെങ്ങനെയുണ്ട്? ആ കാര്യത്തിലാണ് എനിക്ക് കൂടുതൽ പേടി. രണ്ടുപേരെയും പടച്ചവൻ തന്നെ രക്ഷപ്പെടുത്തണം. എങ്കിൽ ഞാൻ അവരെ ഒന്ന് കണ്ടോട്ടെ. ഞാൻ അനുവദിച്ചിട്ട് നിങ്ങൾ അവരെ കാണില്ല. അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു അപകടം വരുത്തി കൂട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ വേഗം പോകണം. സത്താറിനെയും കുഞ്ഞിനെയും കാണാൻ നിങ്ങൾ എന്നെ അനുവദിക്കില്ല അല്ലേ? കുഞ്ഞുപുറമേ, നിങ്ങൾ പോ. മോളെ, പൊന്നും മോളെ, പാപ്പയുടെ ലീന മോളെ, പാപ്പയെ വിട്ട് നീ പോയോ മോളെ? മോളെ, മോളെ, സത്താർ, ജോൺസണോ? ഞാനിന്ന് വിളിച്ചു. അതറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് എന്താ ഒരു വല്ലായിക? ലീന മോളുടെ കാര്യം ഒത്തിട്ടായിരിക്കും. അതൊക്കെ വിധിയെന്ന് കരുതി സമാധാനിക്കല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സത്താർ? അതുമാത്രമല്ല ജോൺസൺ, എന്റെ ജീവിതം ആകപ്പാട് തകർന്നിരിക്കുക. നിങ്ങളുടെ മുഖത്തിന് വന്ന വൈരൂപ്യത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എന്റെ വൈരൂപ്യം എനിക്കൊരു പ്രശ്നമല്ല ജോൺസൺ. പക്ഷേ എനിക്ക് നേരിട്ടിരിക്കുന്ന ആപത്തുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ തീ തിന്നുകയാണ്. ആപത്തുകൾ? എന്താപത്തുകൾ? പറയാം. അതാരോടെങ്കിലും തുറന്നു പറഞ്ഞെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടും. എന്റെ ലീനമോൾ മരിച്ചു. മറ്റൊരു ദുർവിധി കൂടി എന്നെ ബാധിച്ചിരിക്കുന്നു. എനിക്കിനി കുട്ടികളുണ്ടാവില്ല ജോൺസൺ. എനിക്കിനി കുട്ടികളുണ്ടാവില്ല. എന്ത് ഭ്രാന്താണ് നിങ്ങൾ ഈ പറയുന്നത്? സത്യമാണ്. മസൂരി രോഗത്തിൽ ഏറ്റവും ഉഗ്രനായ കരിഞ്ഞിപ്പൊട്ടനാണ് എനിക്ക് വന്നത്. അത് വന്നാൽ പിന്നെ സാധാരണ രക്ഷപ്പെടാറില്ല, മരിക്കുകയാണ് പതിവ്.
അതുമല്ലെങ്കിൽ അംഗവൈകല്യമുണ്ടാകും. ഇല്ലെങ്കിൽ പിന്നെ കുട്ടികളുണ്ടാവില്ല. ഇതൊക്കെ ആരാണ് നിങ്ങളോട് പറഞ്ഞത്? കുഞ്ഞവറ. ഓഹോ, കുഞ്ഞവറാന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങളിങ്ങനെ ദുഃഖിക്കുന്നത്? വിഡ്ഢിത്തം. വിഡ്ഢിത്വമല്ല ജോൺസൺ. ഈ രോഗം വന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. പലർക്കും കണ്ണും കൈയും കാലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചു കൊതിച്ചു കഴിയുന്ന പലരും അക്കൂട്ടത്തിലുണ്ട്. അപ്പോ നിങ്ങൾക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല ജോൺസൺ. ഈ ദുഃഖം എന്റേത് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് വിഷമമില്ലായിരുന്നു. ഇതിൽ സബീന കൂടി പങ്കുകാരിയാകേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ കുഞ്ഞവറാന്റെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ഡോക്ടർ റാവുവിനെ ഒന്ന് കാണാം. അദ്ദേഹം ഈ കാര്യത്തിൽ വിദഗ്ധനാണ്. അളിയൻ ഇന്ന് കുളിക്കുന്നെന്ന് അറിഞ്ഞു. ആ, ഞാനിന്ന് കുളിച്ചു. പക്ഷേ അതെന്റെ മയ്യത്ത് കുളിയായിരുന്നു. അളിയ, ആ, അളിയൻ ഇരിക്ക്. ബീന, ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്റെ വൈരൂപ്യം നിനക്ക് ഇഷ്ടപ്പെടുകയില്ലെന്ന്, അത് നിന്നെ വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇല്ല, ഞാനത് ഓർത്ത് കരഞ്ഞതല്ല. ഞാൻ നമ്മുടെ കുഞ്ഞിനെ ഓർത്തപ്പോൾ എന്നെ അറിയിക്കരുതെന്ന് നിങ്ങൾ പ്രത്യേകം ഏർപ്പാട് ചെയ്തിരുന്നെങ്കിൽ എല്ലാം ഞാൻ അറിഞ്ഞു. ലീന, നമ്മുടെ പുന്നാരമോൾ. കരഞ്ഞിട്ട് എന്തിനാണ് ബീന? എല്ലാം അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾ ജീവിതം മനുഷ്യേന്ദ്രിതമാണെന്ന് ഇന്ന് വരെ ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് കവർന്നെടുത്തത്. പക്ഷേ ഇന്നെല്ലാം എനിക്ക് മനസ്സിലായി. ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ് ബീന, പുതിയ മനുഷ്യനാണ്. ഇത് സത്യമാണോ? എന്റെ ഇലാഹി, മേലാൽ എന്റെ പേര് ഞാൻ കളങ്കപ്പെടുത്തുകയും പടച്ചന്റെ അടിമയായി തന്നെ ഞാൻ ജീവിക്കും. എന്റെ പടച്ചോനെയാ, എന്നെ കാണാനില്ലല്ലോ. നിങ്ങളെല്ലാവരും എന്താ വന്നത്? എന്റെ എളാപ്പ് മരിച്ചു. എത്ര അടിയാ? അടികൊണ്ടല്ല, വസൂരി പിടിച്ചാ മരിച്ചത്. എടാ നമുക്ക് അതല്ല ഈ ചോദിച്ചത്, മരിച്ചാൽ എത്ര അടി നീളം ഉണ്ടെന്നാ? അതെനിക്ക് അറിഞ്ഞൂടാ. വീട് എന്റെ ഉമ്മ മരിച്ചു, എന്റെ അനിയൻ മരിച്ചു, എന്റെ ഉപ്പാപ്പ മരിച്ചു. ആ ഖബറൊന്നിന് 200 രൂപയാണ് ഇപ്പോഴത്തെ ചാർജ്. എന്ത് പറയുന്നു? അതെന്താണ് പതിവില്ലാതെ? ആ ഇപ്പൊ എങ്ങനാ? ഇട പണ്ടാരക്കാലന്മാരെ നിങ്ങളെ കാലം പാമ്പ് കടിച്ചു. ഇപ്പൊ പാടില്ല. തന്നെത്താൻ മരിച്ചിടക്കുന്നവർക്ക് കവർ വിട്ടാൻ നേരമില്ലാതിരിക്കുക. അതിനിടയ്ക്ക് ഇതിനെല്ലാം കൂടി വെട്ടിക്കൊണ്ടിട്ടാലോ? ഏതായാലും ഇത് നമ്മുടെ സീസണാ. ആശാ, അത് മറക്കരുത്. 200 എന്ന് പറഞ്ഞാലും മയ്യത്ത് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു കബറി എനിക്കും വെട്ടിത്താ. ഏറ്റ് ഒന്ന് എനിക്കും വെട്ടിത്തന്നെ. എനിക്കോ? പിന്നെ ഞാൻ ഒറ്റയ്ക്കോ? എന്നാ നിങ്ങൾ പോയിക്കോ. പിന്നെ എന്ത് വേണം? കവറിനായിരിക്കും.
ഇവിടെ കുഞ്ഞാലി ഇന്നും നാളെയും പറ്റൂല, മറ്റന്നാൾ ആയിക്കോട്ടെ. അടി എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിക്കോ. നിങ്ങളുടെ ഒരു അനാക്കിന്റെ കബറ് എനിക്ക് കബറൊന്നും വേണ്ടോ. അപ്പം സത്താര് മരിച്ചില്ലേ? ആ എന്റെ മക്കൾ ആ കായ് കിട്ടിയിട്ട് കുറച്ച് തിന്നും. രൂപ 100 പോയി.